പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും ആമേൻ. എൻ്റെ കൊച്ചുമക്കളെ, മാതാപിതാക്കളെ സുഖമായിട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് പ്രായമായവരെല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്ന ദിവസമാകട്ടെ കേട്ടോ. വെള്ളിയാഴ്ചയാണ്, ഉപവാസത്തിൻ്റെ ദിവസമാണ്, ആരാധനയ്ക്കായിട്ട് വിശുദ്ധ കുർബാനയ്ക്കായിട്ട് ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നൊരു ദിവസം. വകതിരിവുണ്ടാകട്ടെ കേട്ടോ, വിവേകം ഉണ്ടാകട്ടെ. സദൃശവാക്യം 2-ാം അധ്യായം 11-ാമത്തെ തിരുവചനം, ഏറ്റവും മനോഹരമായിട്ട് വേണ്ട ഒരു കാര്യം വകതിരിവ്. പലപ്പോഴും നമുക്ക് ഇല്ലാതെ പോകുന്ന കാര്യങ്ങളിലൊന്നാ കേട്ടോ. എന്ത് പറയണം, എന്ത് ചിന്തിക്കണം, ആരോട് എങ്ങനെ സംസാരിക്കണം, ഒന്ന് ആലോചിച്ചു നോക്കിയേ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഇല്ലേ? എന്തുത്തരം പറയണം, അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ പറയണത് എന്താ പറയുന്ന ഒരു വിഘടൻ എന്നൊക്കെ പറയും. നമ്മളൊരു മലയാളത്തിലൊരു വാക്കുണ്ട്, വിഘടൻ. ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് തിരിച്ചറിയാതെ, ആലോചിക്കാതെ പറയുന്ന ചില വാക്കുകൾ. ഇണയോട്, മക്കളോട്, കൂട്ടുകാരോട്. കഴിഞ്ഞ ദിവസം വലിയൊരു ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഒരു വൈദികൻ പറഞ്ഞ ചില വാക്കുകൾ. അദ്ദേഹം ഉദ്ദേശിച്ച അർത്ഥമേ അല്ല പുറത്ത്, വാദങ്ങളിലൂടെ അല്ലെങ്കിൽ ആരോപണങ്ങളിലൂടെ കടന്നു പോകുന്നത്. ചിലപ്പോൾ നമ്മളൊന്നും ഉദ്ദേശിക്കാത്ത ചില അർത്ഥതലങ്ങളും മാനങ്ങളും ലഭിക്കുന്ന ചില വാക്കുകളൊക്കെ ഉണ്ട്. കർത്താവ് പറയുന്ന വകതിരിവും വിവേകവും ഉണ്ടാകട്ടെ. ദുഷ്ടനിൽ നിന്ന് നിന്നെ വിടുവിക്കുന്ന 2 കാര്യങ്ങളാണ് പറയുന്നത്. വിഘടനിൽ നിന്ന്, അല്ലെങ്കിൽ നിനക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരിൽ നിന്ന് നിന്നെ വിടുവിക്കുന്ന വലിയ 2 കർത്താവിൻ്റെ അഭിഷേകമാണ്, ഒരു കൃപയാണ്. വകതിരിവും വിവേകവും നിറയണം കേട്ടോ. ഞാൻ പറയാം, ഈ വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അതേ തീക്ഷ്ണതയോടും ദാഹത്തോടും കൂടെ കർത്താവേ, ഞങ്ങളുടെ സംസാരത്തിലും ചിന്തയിലും ഒരു ഇച്ചിരി വകതിരിവും വിവേകവും നൽകണേ. ഞാൻ വഹിക്കുന്ന സ്ഥാനത്തിന്, അല്ലെങ്കിൽ ഞാൻ ഒരു അപ്പൻ എന്ന രീതിയിൽ, അമ്മ എന്ന രീതിയിൽ, ഒരു പുരോഹിതൻ എന്ന രീതിയിൽ, ഈ സമൂഹത്തിൽ വസിക്കുന്ന ചില പ്രത്യേക വ്യക്തികൾ എന്നുള്ള രീതിയിൽ വിവേകത്തോടെ സംസാരിക്കാനുള്ള കൃപ നൽകണേ. പ്രത്യേകിച്ച് നമ്മുടെ മക്കളോടൊക്കെ നമ്മൾ പറയുന്ന ചില വാക്കുകൾ അവർ തിരിച്ചു പറയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ അർത്ഥത്തിൻ്റെ വ്യാപ്തി മനസ്സിലാകുന്നത്. ഇണയോട് പറയുന്ന ചില വാക്കുകൾ, ചില സംസാര രീതികൾ, ചില സ്ലാങ്ങുകൾ, അത് പെട്ടെന്ന് മാറ്റേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ചിലപ്പോൾ നമ്മുടെ വളരുന്ന മേഖലകൾ അല്ലെങ്കിൽ വളരുന്ന സാഹചര്യങ്ങളൊക്കെ ചില പ്രത്യേക വാക്കുകൾ, ഉദാഹരണങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല, പോട്ടെ. ഈശോ എന്ന് ആവശ്യപ്പെടുന്നതും നീ വകതിരിവ് കൊണ്ടും വിവേകം കൊണ്ടും നിറയാം. എന്നാലേ ഈ സമൂഹത്തിലെ എൻ്റെ മുൻപിൽ വിശ്വാസിയായിട്ട് വളരാനായിട്ട് നിനക്ക് സാധിക്കുകയുള്ളൂ. ഈശോ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്ന് ഉപവാസത്തിൻ്റെ ദിനമാണ്. ശക്തമായിട്ട് പ്രാർത്ഥനയുടെ ഒരു ദിവസമായിട്ട് ഇന്ന് മാറുന്ന, അല്ലെങ്കിൽ വെള്ളിയാഴ്ച നമ്മൾ പ്രത്യേകം ഉച്ചയ്ക്ക് 11 മുതൽ ഉപവാസത്തോടെ പ്രാർത്ഥനയും ആരാധനയും വിശുദ്ധ കുർബാനയ്ക്ക് അർപ്പിക്കുന്ന ദിനമാണ്. പങ്കെടുക്കുക, ഉപവാസത്തോടെ ഇരിക്കുക. ഞാൻ എപ്പോഴും ഒരു ശീലമാവട്ടെ കേട്ടോ. അറ്റ്ലീസ്റ്റ് വെള്ളിയാഴ്ചകളിലെങ്കിലും. നമ്മൾ ജോലിക്കൊക്കെ പോകുന്നവരൊക്കെ ഉണ്ട്, ചിലപ്പോൾ പൂർണ്ണമായിട്ട് ഉപവസിക്കാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ മാത്രം ഒരു നേരമെങ്കിലും ഉപവസിക്കാൻ, എൻ്റെ കർത്താവിൻ്റെ കഷ്ടാനുഭവത്തോടു കൂടി, പീഡയോടുകൂടി ഞാനും ഒരിച്ചിരി സമയമെങ്കിലും വിശപ്പോടും ദാഹത്തോടും ഇരുന്ന് ആ പീഡാസഹനങ്ങളിൽ പങ്കാളികളാകാൻ ശ്രമിക്കുക. വലിയ അനുഗ്രഹം ഉണ്ടാകും കേട്ടോ. ഞാൻ ശാരീരികമായിട്ടുള്ള വലിയ ബെനിഫിറ്റ്സോ ഗുണങ്ങളൊന്നുമല്ല, ഉപവസിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് ശരീരത്തിൻ്റെ മേഖലകളിലൊക്കെ വലിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ ചെറിയ ഗുണങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നു. അതിനേക്കാൾ ഒരു ആത്മീയമായിട്ട് ഈശോയുടെ കൂടെ ആയിരിക്കാൻ നമുക്ക് സാധിക്കും. ഒന്ന് ചേർത്ത് പറഞ്ഞേക്കാമോ? യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. അനുഗ്രഹിക്കുന്ന മനോഹര ദിവസമാകട്ടെ. ആമേൻ.